ഭൂമി തിരിച്ചു കൊടുക്കണം പറഞ്ഞ അച്ഛനൊരു നോട്ടൊക്കെ കിട്ടുന്നുണ്ടോ? തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, തിരിച്ചു കൊടുക്കേണ്ടവരും. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പം വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞു. വിവാദം നടക്കുന്നുണ്ട് അറിഞ്ഞു, പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിഞ്ഞില്ല സത്യമായിട്ട്. ഇപ്പൊ നല്ല മൂഡിലല്ല, പാട്ട് പാടാനുള്ള മൂഡില്ല. ഒന്നാമത് വിവാദം നടക്കുക വന്നപ്പോ തന്നെ തലയ്ക്ക്. കാരണം ഞാൻ ഓർത്ത് സമാധാനം, ഇവിടുന്ന് പോയിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ, കുറച്ചു നാളത്തിന് സമാധാനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അതുകൊണ്ട് ആകെ ടെൻഷൻ. ഞാൻ കുറച്ച് ഇതാ എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്, അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം പറഞ്ഞ് നമ്മുടെ പേര് കേസായി. നന്ദിയുണ്ട് വളരെ. പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ, ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി. പോയ സമയത്ത് ഇവിടെ ബിഷപ്പ് കേസ് കൊടുത്തു. അതുപോലെ തന്നെ ചേച്ചിയുടെ പേരിൽ കേസ് കൊടുത്തത്. ചേച്ചിയും ചേച്ചിയുടെ ഒരു കൂട്ടുകാരും കൂടി പുള്ളിക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അതിന് നഷ്ടപരിഹാരം ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്ന ഇഷ്ടദാനമായ കിച്ചുവിനും ഇളയമോനും കൊടുത്ത് കിച്ചുവിനും ഇളയമോനും കൊടുത്ത രേണു സുധിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. രേണു അങ്ങനെ ബഹ്റിനിലായിരുന്നു, റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിനും അങ്ങനെ വേണ്ടി പോയതാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ തന്നെ സ്വീകരിക്കാൻ നല്ല മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു. വന്ന പാടനെ നമ്മുടെ ഇപ്പോൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണുവിനോട് പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ രേണു പറയുന്നുണ്ട്, ഞാനിപ്പോൾ അതിനുള്ള മൂഡിലല്ല, ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, വൻ വിവാദം, ഞാൻ എപ്പോൾ പോയാലും വിവാദമാണ് എന്നൊക്കെ രേണു പറയുന്നുണ്ട്. രേണു ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, രേണു തന്നെയാണ് വിവാദത്തിന് കാരണം ഒരുക്കുന്നത്, അല്ലാതെ മറ്റാരുമല്ല. അന്ന് രേണുവിൻ്റെ കൂട്ടുകാരിയും കൂടി അന്ന് ഫാദറിനെ കുറിച്ചിട്ട് ബിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ചു. ആ ഫാദർ നിങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാൻ സ്ഥലം തന്നൊരു വ്യക്തിയാണ്. ആ ഫാദറിനെ ഇങ്ങനെ വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും സഹിക്കുന്ന കാര്യമൊന്നുമല്ല. ആ ഫാദർ അത്രയും സഹിച്ച ശേഷമാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ലീഗൽ നോട്ടീസൊക്കെ അയച്ചത്. ലീഗൽ നോട്ടീസിൻ്റെ അകത്ത് പറയുന്നത് ഫാദറിനെതിരെയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ 7 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ വസ്തു തിരിച്ചു തരണം എന്നാണ് പറഞ്ഞത്. ആ ഫാദറെ കുറ്റം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ ഫാദർ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം തന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കിച്ചുവിന് നോട്ടീസ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കിച്ചു ഇതുവരെയായിട്ട് ഒരു കുറ്റം പറയുന്നതൊന്നും കണ്ടിട്ടില്ല. വളരെ നന്ദിയാണ്, ഞങ്ങൾക്ക് ഈ വീട് വയ്ക്കാൻ സ്ഥലം തന്ന ഫാദറിനോടും വീട് വെച്ചെന്ന് ഫിറോസ്ക്കയോടൊക്കെ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്, എനിക്കെതിരെയും നോട്ടീസ് വന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വന്നത്, ചിലപ്പോൾ എൻ്റെ പേരിലായതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമുക്ക് കിച്ചുവിന് പറയാനുള്ള വീഡിയോയും കൂടി അതൊന്ന് കേൾക്കാം. എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്, അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം പറഞ്ഞ് നമ്മുടെ പേര് കേസായി. നന്ദിയുണ്ട് വളരെ. പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ, ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി. കൈവറ്റാൻ പോണം. ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു. അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ആവശ്യമില്ല. എന്റെ പേര് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്റെ ഈ അഡ്രസ്സൊക്കെ ഇവിടാണ്. അപ്പം എന്തുവാണ് പറയാനുള്ളത്? വളരെ സന്തോഷം, നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാതിരുന്നിട്ട് നമ്മുടെ പേരിലും കേസായി കിട്ടി. എന്തായാലും അതാണ്, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും കേസ് എനിക്ക് തോന്നുന്നു എന്റെ പേരിലല്ലേടാ വീട്, അതുകൊണ്ടായിരിക്കണം ചിലപ്പോ. അങ്ങനത്തെ ഒരു സ്കീമായിരിക്കും. അല്ല ഇവ പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല, മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല.
വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നും അറിയത്തില്ല. ചിലപ്പോ ഇനി എന്റെ പേരിലാണല്ലോ വീട്, ചിലപ്പോ ആ ഒരു ഇതിൽ കൊണ്ട് ചിലപ്പോ വന്നേക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട്. എൻ്റെ വീഡിയോൻ്റെ അകത്ത് കിച്ചു തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെയും ഒരാളെയും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടോ ഒന്നും പറഞ്ഞിട്ടോ കാര്യമില്ല. എപ്പോഴും നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വീട് തന്നതിനെ കുറിച്ചിട്ടായാലും വീട് വെക്കാൻ സ്ഥലം തന്ന ഫാദറിനെ കുറിച്ചിട്ടായാലും ഞാൻ മോശമൊന്നും പറഞ്ഞിട്ടില്ല. കിച്ചു ഇതുവരെ അങ്ങനെ ഒരു മോശമോ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ കൂടുതൽ പേര് പറയുന്നത് രേണുവിനോട് പറഞ്ഞിട്ട് അത് ഇനിയും അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയണമെന്നാണ്. പക്ഷേങ്കിൽ അത് കിച്ചു പറഞ്ഞാൽ കേൾക്കണം എന്നില്ല. രേണു തന്നെ പറയുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേന്ന്. അപ്പോൾ കിച്ചു പറഞ്ഞാലും രേണു അത് കേൾക്കണം എന്നില്ല. രേണുവിൻ്റെ അഭിപ്രായം രേണു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ വിനയായിട്ടാണ് ഇപ്പോൾ ഈ ലീഗൽ നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നത്. ഇനിയെങ്കിലും രേണുവിൻ്റെ നാക്കൊന്ന് നിയന്ത്രിക്കുന്നത് രേണുവിന് നല്ലതായിരിക്കും. രേണു ഇപ്പോൾ അത്യാവശ്യം നല്ല ഫെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു വിവാദം വന്നു കഴിഞ്ഞാൽ അത് രേണുവിൽ തന്നെയാണ് മോശം. അപ്പോൾ ഇപ്പം അടുത്തായിട്ട് ലേറ്റസ്റ്റായിട്ട് നമ്മുടെ രേണുവിനോട് മീഡിയക്കാർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് രേണുവിൻ്റെ വർത്തമാനം കേട്ടാൽ കുറച്ചൊരു അഹങ്കാരമുള്ള പോലെയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രേണുവിന് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം. ബിഷപ്പ് കേസ് കൊടുത്തു. അതുപോലെ തന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ പേരിൽ കേസ് കൊടുത്തത് ചേച്ചിയും ചേച്ചിയുടെ ഒരു കൂട്ടുകാരും കൂടി പുള്ളിക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, അത് അതിന് നഷ്ടപരിഹാരം ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്ന ഇഷ്ടദാനമായി കിച്ചുവിനും ഇളയമോനും കൊടുത്ത് അല്ലല്ല കിച്ചുവിനും ഇളയമോനും കിച്ചുവിനും ഇളയമോനും കൊടുത്ത ഇഷ്ടദാനം അത് തിരികെ മേടിക്കുമെന്ന് പറഞ്ഞു. അതിന് കാരണം രേണു പുള്ളിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യമായുള്ള കാര്യങ്ങൾ പറഞ്ഞതാണെന്നാണ്. ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്ത ഇഷ്ടദാനം അല്ലെങ്കിൽ എന്തുമായിട്ട് ഒരു അച്ഛൻ മരിച്ച പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ അത് തിരിച്ചു മേടിക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അതായിരിക്കും. രേണു പറയുന്നു ഫാദറായിട്ട് ഒരു പ്രശ്നമോ കാര്യമോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ രേണുവിൻ്റെ നാവിൽ തന്നെയാണ് ആ ഫാദറെ കുറിച്ചിട്ട് മോശമായിട്ട് വന്നത്, വിഷപ്പാമ്പ് എന്നൊക്കെ വന്നത്. അതൊക്കെ ആ ഫാദറിന് സഹിക്കേണ്ട ആവശ്യം എന്താ? ഫാദർ നിങ്ങൾക്കൊരു സ്ഥലം തന്നു എന്നുള്ള ഒറ്റൊരു കാര്യമേ ചെയ്തിട്ടുള്ളൂ. അതിന് ഫാദറെ കുറേ കുറ്റം പറഞ്ഞു. ഫാദറിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഫാദറിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞതുകൊണ്ടാണല്ലോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, 7 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തന്ന വസ്തു തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു. അത് ഡിലീറ്റ് ചെയ്ത ശേഷം ഫാദറിനോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിനാലും നിങ്ങൾക്ക് ആ വീട് വെക്കാൻ സ്ഥലം തന്ന ഒരു വ്യക്തിയല്ല, അത് നല്ല കണ്ണായ സ്ഥലമല്ലേ തന്നത്, ഒരു പുരോഹിതനല്ലേ ആ വ്യക്തി. ആ ഫാദറിനെ ഇങ്ങനെ കുറ്റം പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? രേണുവിൻ്റെ നാക്കാണ് രേണുവിൻ്റെ ശത്രു എന്ന് എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ രേണു വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ രേണുവിന് തന്നെയാണ് നല്ലത്. എന്തായാലും വസ്തു അത് അതായത് ആ വീട് ഇതൊന്നും തിരിച്ചു വാങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ 2 മക്കൾക്ക് കൊടുത്ത വീടാണ്. ഋതപ്പൻ ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല, കിച്ചുവിനാണ്. അപ്പോൾ കിച്ചുവിനോടൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ അത് ചെയ്യായിരിക്കുള്ളൂ. എന്ത് തന്നെയായാലും ഇത്രയും ഇതൊരു പ്രശ്നമാവാനും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാനും രേണു തന്നെയാണ് കാരണം. അപ്പോൾ രേണു തന്നെയാണ് ഇതിനൊരു പരിഹാരമായിട്ട് കാണേണ്ടത്. ഇനിയെങ്കിലും ആരെയും കുറ്റം പറയാതെ ഇരിക്കുക, രേണുവിൻ്റെ രീതിയായിട്ട് മുന്നോട്ട് പോവുക. ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വിട്ടാൽ മതി. ആ ബിഗ് ബോസിന് ഇറങ്ങിയ ടൈം കുറച്ച് അങ്ങനെയായിരുന്നു. പിന്നെ വീണ്ടും വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് രേണുവിന് തന്നെ ആയിരിക്കും ആപത്തുണ്ടാവുക. എല്ലാ കാലത്തും ഈ ഫെയിം നിലനിൽക്കണം എന്നില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകുന്നതായിരിക്കും രേണുവിനും നല്ലത്.